ഹായ് ഹലോ നമസ്കാരം. ഞാൻ അജേഷാണ്. മൈൻഡ് ലൂം ഇൻഷുറൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും. നമ്മൾ ഒരുപാട് ഇൻഷുറൻസുകൾ നമ്മളിപ്പം പരിചയപ്പെട്ട് കഴിഞ്ഞു. ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICICI ലൊംബാർഡിൻ്റെ ഇൻഷുറൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ കേട്ട് പരിചയമുള്ളതായിരിക്കും ICICI ലൊംബാർഡ്. ICICI ബാങ്ക് തന്നെയാണ് മെയിനായിട്ട് ലൊംബാർഡിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ബാക്ക് ചെയ്യുന്നത്. ആഹ് അതുപോലെ തന്നെ നമുക്ക് ഐസിൽ ഒമ്പാട് നമുക്ക് രണ്ട് രീതിയിലുള്ള പോളിസികളും ചെയ്യുന്നുണ്ട്. അതായത് ഹെൽത്ത് സെക്ടറിലും ചെയ്യുന്നുണ്ട്, വെഹിക്കിൾ ഏരിയയിലും അവർ ഇൻഷുറൻസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് ICICI ലൊംബാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ അത്യാവശ്യം കോമ്പറ്റീറ്റർ ആയി തുടങ്ങിയിട്ടുണ്ട് മറ്റ് ഇൻഷുറൻസുകൾക്കൊക്കെ. അപ്പം നമുക്ക് അവരുടെ ഒരു ബെസ്റ്റ് പോളിസി എന്നുള്ള ലെവലിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അവരുടെ പോളിസിയിൽ എന്തൊക്കെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എങ്ങനെയാണ് അവരുടെ പോളിസി വർക്ക് ആവുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് തരാം. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അതിന് വേണ്ടി ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഇവിടെ നമുക്ക് സ്ക്രീന് കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാവരും. ICICIയുടെ ലൊംബാർഡാണ് ഇൻഷുറൻസ് വരുന്നത്. നമുക്ക് ICICI ലൊംബാർഡ്, അതുപോലെ തന്നെ എലവേറ്റ് എന്ന് പറയുന്ന പോളിസിയാണ് നമ്മൾ നോക്കുന്നത് ICICI ലൊംബാർഡിനകത്ത്. ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം പവർ ഓഫ് ഇൻഫിനിറ്റ് കെയർ. അത് തന്നെയാണ് ഒരു എന്താ പറയുന്നത്, ആ ഒരു ആപ്തവാക്യമായിട്ട് ഉള്ളത്. നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് അവർ പവർ ഓഫ് ഇൻഫിനിറ്റ് കെയർ എന്ന് പറയുന്ന സമയത്ത് അവരുടെ പോളിസികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അത് ഇൻഫിനിറ്റ് കെയർ എന്ന് പറയുന്ന പോലെ തന്നെ അവർ നമുക്ക് മെയിനായിട്ട് കാണുന്നതാണ് ഇൻഫിനിറ്റ് സം അഷ്യൂർഡ്. അതായത് സം അഷ്യൂർഡിനകത്ത് അവർ ഇൻഫിനിറ്റ് ആയിട്ട് നമുക്ക് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ തരുന്നുണ്ട്. അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ലിമിറ്റഡ് കവറേജ് ആണ് ഉണ്ടാവുമെങ്കിൽ അവരെന്ത് ചെയ്യും, ഇൻഫിനിറ്റ് സം അഷ്യൂർഡ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോളിസിയുടെ എമൗണ്ട് തീർന്നു പോവില്ല. അതായത് നമുക്കൊരു 5 ലക്ഷത്തിൻ്റെ പോളിസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ 5 ലക്ഷം തീർന്നു കഴിഞ്ഞാൽ വീണ്ടും റീസ്റ്റോർ ചെയ്തിട്ട് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇൻഫിനിറ്റ് ക്ലെയിം എമൗണ്ട് ആണ് അടുത്തത്. നമ്മൾ ഇൻഫിനിറ്റ് ക്ലെയിം എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കതിൽ വൺ ടൈം ഇൻഫിനിറ്റ് ക്ലെയിം എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏം, എന്താ പറയുക, ഒരു തവണ പോളിസിയിൽ നേരത്തെ പറഞ്ഞ പോലെ ക്ലെയിം ആവശ്യം വന്നു, 5 ലക്ഷത്തിൻ്റെ പോളിസിയിൽ 5 ലക്ഷം തീർന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അവർ സമ്മിഷ്യൂഡ് വീണ്ടും റീസ്റ്റോർ ചെയ്ത് തരുന്നത് പോലെ ആ റീസ്റ്റോർ ചെയ്ത സാധനങ്ങൾ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതാണ് ക്ലെയിം എമൗണ്ടിൽ അവർ ഇൻഫിനിറ്റ് എന്നോട്ട് ഉദ്ദേശിക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ കിട്ടുക എന്നുള്ളത് ഇൻഷുറൻസ് എടുക്കുന്ന ഏതൊരാളുടെയും ഒരു അത്യാവശ്യമായിട്ടുള്ള ആവശ്യങ്ങളിലൊന്നാണ്. പിന്നെ നമുക്ക് അടുത്ത് ചെക്ക് ചെയ്യാനുള്ളത് അവരുടെ ഇൻഫിനിറ്റ് ക്യുമുലേറ്റീവ് ബോണസിനെ കുറിച്ചാണ്. അതായത് നമ്മളിപ്പോൾ ഒരു 5 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് 100% വരെ പോളിസി എമൗണ്ട് നമ്മൾ ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വർദ്ധിക്കാനുള്ള സാധ്യത ICICIയുടെ എലവേറ്റ് പോളിസിയിലുണ്ട്. അതായത് നമ്മൾ 5 ലക്ഷത്തിന് എടുത്തു, നമുക്ക് അടുത്തൊരു 1-2 വർഷം കൊണ്ട് നമുക്ക് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മളെ സമ്മിഷ്യൂർഡ് 100% വരെ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ടുള്ളത് ജമ്പ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നമുക്കിപ്പം പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട്, ആസ്മ, ഡയബറ്റീസ്, അതേപോലെ ഹൈപ്പർ ടെൻഷൻ, അതായത് BP, അങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങളാൽ നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് എങ്കിൽ അതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് നിങ്ങൾ പൊതുവെ കണ്ടിട്ടുണ്ടാവും. ഒരു 2, 3, 4 വർഷങ്ങളായിരിക്കും വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവുക. എന്നാൽ എലവേറ്റ് പോളിസിക്കകത്ത് നമുക്കത് 30 ഡേയ്സ് ആയിട്ട് കുറയ്ക്കാനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ജംപ് സ്റ്റാർട്ട്. അതുകൊണ്ട് തന്നെ, കാരണം നമുക്ക് ഇത്തരം അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പൊതുവിൽ മറ്റ് ഇൻഷുറൻസ് കമ്പനികൾ ഭയങ്കര വെയിറ്റിംഗ് പീരീഡുള്ള, നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. 2 to 4 years വരെയൊക്കെ വെയിറ്റിംഗ് പീരീഡുള്ള കമ്പനികളുണ്ട്. എന്നാൽ ICICI എലവേറ്റിൻ്റെ ഇതിനകത്ത് വന്നാൽ നമുക്ക് 30 ദിവസം കൊണ്ട് 31-ാം ദിവസത്തിൽ അത് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ വെൽനസ് പ്രോഗ്രാംസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഇവരെ ആപ്പ് കാര്യങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30% വരെ ഒരു അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്യും. ഇവർ നോൺ പേയബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ഓൺസ് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ക്ലെയിം പ്രൊട്ടക്ടറായിട്ട് ഇതിനകത്ത് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നതിനൊപ്പം തന്നെ നമ്മളെ കയ്യിൽ നിന്ന് അഡീഷണൽ ക്യാഷ് കാര്യങ്ങൾ പോവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് സ്വന്തമായിട്ടൊരു ആപ്പ് ഉണ്ട്, IL Take Care എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്. അതായത് ICC-ലാകുമ്പോൾ ടേക്ക് കെയർ എന്നുള്ള ലെവലിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് പോളിസിയുടെ ഡിജിറ്റൽ കോപ്പി നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ ഫേസ് സ്കാന്, ക്യാഷ്ലെസ് OPD, എമർജൻസി ആംബുലൻസ് സർവീസ് വിളിക്കണമെങ്കിൽ, ക്ലൈമിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് IL Take Care എന്നുള്ള ആപ്പ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു പോളിസി വർക്ക് ആവുന്നത്. കമ്പാരിറ്റീവ്ലി ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 30 ഡേയ്സ് കൊണ്ട് നമുക്ക് ആസ്മ, ഡയബറ്റീസ്, അങ്ങനെയുള്ള ഹൈപ്പർ ടെൻഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് ഇതിൽ വെയിറ്റിംഗ് പീരീഡ് വളരെ കുറവാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു പോളിസിക്കകത്ത് ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം അത്തരം അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ഒരു ഓവർ ദ ഇയേഴ്സ് വെയിറ്റ് ചെയ്യുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു പോളിസി എടുക്കുന്നതിലൂടെ അവർക്ക് പെട്ടെന്ന് തന്നെ ക്ലൈമിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പം കുറച്ചൊരു ആശ്വാസം കിട്ടുന്ന രീതിയിലാണുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഇൻഷുറൻസ് അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്തിട്ട് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ തീർച്ചയായും സഹായിക്കുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.